ഹായ്, മൈലാഞ്ചിടൽ ഒരു പ്രൊഫഷനാക്കാമെന്ന് വിചാരിച്ചതിന് ശേഷം കിട്ടുന്ന രണ്ടാമത്തെ വർക്കാണ് കേട്ടോ അത്. പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് എനിക്ക് തന്നത് ഈ വർക്ക്. അവളുടെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവളൊരു ദിവസം മെസ്സേജ് ചെയ്ത് ചോദിക്കുമായിരുന്നു ഈ നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. മൈലാഞ്ചി ഇടുന്ന ഏതൊരാളുടെ ആഗ്രഹമായിരിക്കും നമുക്കിങ്ങനെ വർക്ക് കിട്ടുക, അത് വർക്കിന് നമുക്ക് ക്യാഷ് കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതും എനിക്ക് അങ്ങനെ വർക്ക് കിട്ടി അതിന് പേയ്മെൻറ്റും തന്നൊരു വർക്കായിരുന്നു. ഇതിൻ്റെ മുന്നേ ഒരുപാട് പേർക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് മൈലാഞ്ചി ഇടാൻ അറിയുന്ന ഒരാളുണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് ആ ആളടുത്ത് പോയിട്ട് എല്ലാവരും ഇടിക്കുമല്ലോ. അതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സും നൈബേഴ്സും അങ്ങനെ കുടുംബക്കാരൊക്കെ ഇടിയിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഞാനിതൊരു പ്രൊഫഷനായി എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക്. അവർക്കൊരു റെഫറൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇട്ട് കൊടുത്തു. കൈൻ്റെ ഉള്ളിൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അടിയിലേക്കൊന്നും വേണ്ട. കൈൻ്റെ ഉള്ളും കൈൻ്റെ പുറം ഭാഗം. പിന്നെ പുറത്ത് അവൾക്ക് മണ്ടാല ഡിസൈൻ തന്നെ മതി എന്നാണ് പറഞ്ഞത്. അത് എൻ്റെ ഇഷ്ടത്തിന് ഇടാനാട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു ലോട്ടസ് തീമിലാണ് അത് ചെയ്തത്. വൈകുന്നേരം വന്നിരുന്നു കേട്ടോ അവർ. പിന്നെ നല്ല രാത്രി അയക്കണം പോകുമ്പോൾ. അതിനുള്ള കാരണം അതാ, ഇടയ്ക്ക് മോന് വരും. അങ്ങനെ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്താട്ടോ വർക്ക് ചെയ്തത്. പിന്നെ ഇതാട്ടോ നമ്മുടെ ബ്രൈഡ് ശൈത്യ. വിരലിൻ്റെ അടിഭാഗത്ത് തൊപ്പിയിടാനുള്ളിടത്തൊന്നും എനിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അനിയത്തിക്ക് ഞാൻ ഇട്ട് കൊടുത്തോളാന്ന് പറഞ്ഞത്. അങ്ങനെ നല്ല ലേറ്റായി. ഞാൻ അച്ഛനെ കാത്തിക്കുമ്പോൾ ഞാനും കൂട്ടത്തിൽ പോയി. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് കണ്ടപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് വീണ്ടും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് അവരുടെ അച്ഛനും വന്നു. അങ്ങനെ അവരും പോയി, ഞാനും വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പം എനിക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കേടാ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.